നിന്റെ മൈൻഡ് ഒന്ന് തുറന്നിട്ട് ചുറ്റുമെല്ലാം മറന്നിട്ട് കയ്യിലുള്ള മായജാല നാക്കിലൊന്ന് പതിപ്പിച്ച് ഉള്ളിൽ നിന്നോടല്ലേ ചോദിച്ചാ നീ ആരാണ്? താൻ തന്റെ പണി നോക്കി പോടോ കിളവാ. ഇതെന്റെ പറമ്പാടാ. തന്റെ പറമ്പാണെങ്കി എനിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ? ആഹാ, എന്നാ നീ ഇവിടെ ഇരിക്കും, ഞാൻ പോലീസായിട്ട് പോരാ. ഞാൻ ഇവിടെ തന്നെ തല്ലിക്കൊന്നാലും ഇവിടെ ആരും ഇവിടെ ചോദിക്കാൻ വരൂല. ഇറങ്ങാ, ഇറങ്ങാനാ പറഞ്ഞത്. അങ്ങനെ ഇന്ത്യ ജയിച്ചല്ലേന്ന്. സഞ്ജു സാംസൺ ഉണ്ടായെങ്കിൽ നമ്മളെ മലയാളികൾക്ക് ഒരു പവറായിരുന്നു. എന്താടാ നോക്കണ? ഏയ് ഒന്നുമില്ല. 2K പിള്ളേരെ കാണുമ്പോ തന്നെ പേടിയാവണം. ശരിയാണ്, നമ്മ 90s ജനിച്ചോണ്ട് നമുക്ക് കുറച്ച് സമാധാനമുണ്ട്. എന്താടാ എന്താടാ അവിടെ തേടെ ഒരു 70s കിടക്കണം. അയ്യോ അയ്യോ ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? ഒരു 2K ഫണ്ട് വന്ന് തിരക്കടിച്ചു പോയ മക്കളെ. എടാ ഇയാളെ എനിക്ക് മനസ്സിലായ? ചേട്ടനെ ഞങ്ങളെ മനസ്സിലായ? അങ്ങോട്ട് വ്യക്തമായില്ല. ഞങ്ങളെ പണ്ട് ചേട്ടനെ ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട്. ഞാനോ? എന്തിന്? പണ്ട് ചേട്ടന്റെ പറമ്പിലേ മാങ്ങക്ക് കല്ലെറിഞ്ഞിട്ട്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് എന്നെ കൈവിടല മക്കളെ. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ഞങ്ങള് നന്നാവാൻ വേണ്ടിയല്ലേ. അത് ഇപ്പൊ ജോലിയില്ല കൂലിയില്ല, സമാധാനം മാത്രം. മക്കളൊക്കെ മാങ്ങക്കല്ലേ കല്ലെറിഞ്ഞത്, ഇപ്പൊ വന്നവൻ എന്റെ തലക്കാണ് തേങ്ങക്കറിഞ്ഞത്. ഓ, നിങ്ങളന്ന് തല്ലിയത് എനിക്കെന്ത് കുറ്റബോധമുണ്ട് മക്കളെ. ഓ നന്ദിയുണ്ടേ. മക്കളെന്നാ പോയിക്കോ, ഇനി ഞാൻ പൊക്കോളാം. എടാ ചോദിക്കടാ. ചേട്ടാ ചേട്ടാ 2 മാങ്ങ കുറച്ചോട്ടെ. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അതിന് നമ്മ എന്ത് ഉപകാരം ചെയ്തു? നമ്മൊന്നും ചെയ്തില്ലേ? സഞ്ജു സാംസൺ കൂടി വേണമായിരുന്നു.